സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗം മരണപ്പാച്ചിൽ ഇതിന് തടയിടാൻ ആരുമില്ലേ എന്നതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറുണ്ട്. ശ്രീ കെ ബി ഗണേഷ് കുമാർ, നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി വിവിധ ഇടങ്ങളിൽ നിന്ന് വാർത്തകൾ നൽകുകയായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് താങ്കൾക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ ബസ് അപകടത്തെക്കുറിച്ച് പറയാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. അതിൽ മരണത്തിൻ്റെ വാർത്തകളും ഒക്കെ വരാറുണ്ട് എന്നതാണ്. പരിക്കേൽക്കുന്നവരും ഒക്കെ ഒട്ടേറെയുണ്ട്. പലപ്പോഴും പല കുടുംബങ്ങളുടെയും നാഥനില്ലാതെ അത്താണി നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും കുട്ടികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് തടയിടാൻ കഴിയാത്തൊരവസ്ഥയുണ്ടോ? അതെന്തുകൊണ്ടാണ് ശ്രീ ഗണേഷ് കുമാർ? അതിനൊരു പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പലതവണ നിർദ്ദേശം നൽകിയിട്ടും ഞാൻ അതിനുവേണ്ടി ഒരു ഡ്രൈവ് നടത്തിയപ്പോൾ സത്യത്തിലുള്ള കാര്യം തുറന്നു പറയണം. പോലീസ് എറണാകുളം, തൃശ്ശൂര്, കണ്ണൂര്, കോഴിക്കോട് ഈ ഭാഗങ്ങളാണ് ഏറ്റവും വലിയ മത്സരോട്ടം നടക്കുന്നത്. ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് എസ്പിമാരിൽ നിന്ന് യാതൊരു സഹകരണവും ഉണ്ടായില്ല. കാരണം ഞാൻ നേരിട്ട് യോഗം വിളിച്ചില്ലെങ്കിലും ട്രാൻസ്പോർട്ട് കമ്മീഷനോട് യോഗം വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അത് അവരെ ഹയറാർക്കിയുടെ പ്രശ്നമായിരിക്കാം, അവരാരും സഹകരിച്ചില്ല. പക്ഷെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരമാവധി ശ്രമിച്ചു. ഈ മത്സര ഓട്ടം അവസാനിപ്പിക്കാൻ വേണം. അതിനൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാനൊരു പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും. ബസ്സുകൾ തമ്മിലുള്ള ദൂരം, സമയ ദൈർഘ്യം നഗരങ്ങളിൽ 5 മിനിറ്റും ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ബസ്സുകൾ തമ്മിലുള്ള 10 മിനിറ്റുമാക്കി മാറ്റും എന്ന് സംഘടനാ നേതാക്കളുമായി ചർച്ചയിൽ, സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരതിനോട് സഹകരിക്കാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ആ ഉത്തരവ് വരും. അത് വരുന്നതോടുകൂടി സമയക്രമമായി മത്സര ഓട്ടം കുറയ്ക്കാൻ കഴിയും. പിന്നെ ഗവൺമെന്റ് ജിയോ ഫെൻസിങ് ഏർപ്പെടുത്തണം എന്നാകും. പാലക്കാട് മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്തേക്ക് സംഘടനകൾ തന്നെ അവരുടെ ചെലവിൽ ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ പ്രധാന റൂട്ടുകളിൽ സർക്കാർ ജിയോ ഫെൻസിങ് ഏർപ്പെടും. ജിയോ ഫെൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു വണ്ടി കൃത്യസമയം കൊടുക്കുന്ന സമയത്തിന് മുന്നേ പോയാൽ ഫൈൻ അടിക്കും. സമയം തെറ്റിച്ച് വണ്ടി ഓടാൻ പാടില്ല. അപ്പൊ ഈ മത്സര ഓട്ടം ഒന്ന് കുറയുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മദ്യപാനികളും ലഹരിക്ക് അടിമപ്പെട്ടവരും ഈ പാൻ പരാഗുള്ള സാധനങ്ങളൊക്കെ, ലഹരി വസ്തുക്കൾ വായ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് ഒരു അരബോധത്തിൽ, ഒരു ഹാഫ് മൈൻഡാണ്, ആ ബോധത്തിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ എണ്ണമുണ്ട്. അതുകൊണ്ടാണ് പോലീസിന്റെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ബുദ്ധിമുട്ടിയിട്ടുള്ളവരെയും അത്തരം കേസുകളിൽപ്പെട്ടവർ, കൊലക്കേസിൽപ്പെട്ടവർ, മാരകമായ മേജർ ആക്സിഡൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാർ, ഇവരെ പോലീസ് വെരിഫിക്കേഷനിൽ പരിശോധിച്ചതിന് ശേഷമേ ഡ്രൈവറായി വെക്കാൻ പാടുള്ളൂ എന്നുള്ള, ഡ്രൈവർ കണ്ടക്ടർ ക്ലീനറായിട്ട് വെക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന ഞാൻ മുന്നോട്ട് വെച്ചു. സർക്കാർ ഉത്തരവിറക്കി. പക്ഷെ അതിനെതിരെയായിരുന്നു സമരത്തിൽ ഞങ്ങൾ ആ ഒരു വിഷയം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ഗവൺമെന്റ് നിലപാടെടുത്തു. കാരണം ഇത്തരം ആന്റി സോഷ്യൽസിനെ, ക്രിമിനൽസിനെയും വണ്ടി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അതാണ് ഈ റോഡിൽ പലപ്പോഴും നമ്മൾ വണ്ടികൾ തമ്മിലടി, റോഡിലെ കൊച്ചി നഗരത്തിൽ പോലും 2 വാഹനങ്ങളുടെ ഡ്രൈവർമാരും സ്റ്റാഫുകൾ തമ്മിലടി, അത്തരം ഗുണ്ടായുസങ്ങളും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഈ മത്സര ഓട്ടം എന്ന് പറയുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്തം മുതലാളിമാർക്കാണ്. അവരെ മാക്സിമം കളക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെ പറഞ്ഞു വിടുന്നതാണ്. അത് നമ്മളെല്ലാവരും അത് വളരെ സീരിയസ് ആയിട്ട് ഇന്നിപ്പോ 24 ചർച്ച ചെയ്യുന്നെങ്കിലും അതിലൊരു തുടർ പ്രവർത്തനം ഉണ്ടാകണം. എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകും, എല്ലാ സഹായവും. ഒരു കാര്യം ശ്രീ കെ ബി ഗണേഷ് കുമാർ, ഇപ്പോൾ നമുക്കറിയാം ഇതിനോടകം തന്നെ പല ഘട്ടങ്ങളിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആണെങ്കിലും വിവിധയിടങ്ങളിൽ പഞ്ചിങ് സ്റ്റേഷൻ, ഈ സമയത്തിന്റെ കണക്ക് കൃത്യമായി നോക്കുന്നതിന് വേണ്ടി പഞ്ചിങ് സ്റ്റേഷൻ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ നിലച്ചു പോവുകയാണ്. അപ്പോൾ ഇത്തരം പരിഷ്കാരങ്ങൾ വരുത്തിയാൽ പോലും അത് നടപ്പിലാക്കുന്നുണ്ട് എന്നത് കൂടി ഉറപ്പുവരുത്തേണ്ടേ? അത് ശരിയാണ്. ഈ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഇത് ഏർപ്പെടുത്തിയത് അവർ ചീത്തയായി കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അവരുടെ സംഘടനകൾ തന്നെ മുന്നോട്ട് വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ ചെലവിൽ ചെയ്യാം. അവരതിനകത്ത് ഫൈൻ അടിക്കുന്ന പൈസ അവർ തന്നെ എടുക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഏതായാലും അവർ വന്നാലുമില്ലെങ്കിലും റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും ഞാൻ 2 കോടി രൂപ ജിയോ ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ച് ജിയോ ഫെൻസിങ് ചെയ്യുകയും സമയം തെറ്റി ഓടുന്നവർക്ക് വളരെ ഉയർന്ന ഒരു ഫൈൻ, ഈ പഞ്ചിങ് നമുക്ക് റോഡ് സൈഡിൽ ഈ RFID വെച്ചിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാറ്റലൈറ്റ് വഴി ഒരു മെക്കാനിസം ഉണ്ട്. അത് പക്ഷെ വളരെ എക്സ്പെൻസീവ് ആണ്. അത് നമുക്ക് അഫോർഡബിൾ അല്ല. അപ്പൊ അത് ഈ ഓരോ വണ്ടിയിലും 10,000-7,000 രൂപയ്ക്ക് മേളിൽ വരെയുള്ള ഒരു ഉപകരണം വെക്കേണ്ടി വരും. അപ്പൊ അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ക്യാമറ റോഡിൽ ഫൈൻ അടിക്കാൻ വേണ്ടി പഞ്ച് ചെയ്യുന്ന ഒരു മെഷീൻ അത് ഞങ്ങൾ സ്ഥാപിക്കുകയും ഈ വണ്ടികളിലുള്ള RFID പരിശോധിച്ചുകൊണ്ട് ടൈം കൃത്യമായി പാലിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മത്സര ഓട്ടത്തിന് ഞാൻ പരിപൂർണമായി എതിരാണ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അതുകൊണ്ട് എന്നോട് ഇച്ചിരി പിണക്കമൊക്കെ ഉണ്ട്. പക്ഷെ അതില്ല, ഇത് കുറച്ചേ പറ്റൂ എന്ന നിലപാടാണ്. ഞാൻ പോലും പലപ്പോഴും ഈ മത്സര ഓട്ടത്തിന്റെ ഇരയായിട്ടുള്ള ആളാണ്, മന്ത്രിയായിട്ട് വരുന്നതിനൊക്കെ മുമ്പേ. അപ്പൊ അതുകൊണ്ട് ഇതിൽ കർശന നിലപാടുണ്ടാവും എന്നുള്ളത് ഞാൻ സംശയമില്ല. ഇനി പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി സഹകരിച്ചാൽ നമുക്ക് കാസർഗോഡ് മുതൽ കണ്ണൂര്, മലപ്പുറം,
കോഴിക്കോട്, തൃശ്ശൂര്, എറണാകുളം ഇത്രയും സ്ഥലങ്ങളിലാണ് ഏറ്റവും വലിയ മത്സരമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലൊക്കെ വളരെ കുറവാണ്. തിരുവനന്തപുരം ഇങ്ങനെ ആ ഭാഗത്ത് കോട്ടയം ഒക്കെ വളരെ വലിയൊരു ശല്യമുള്ള സ്ഥലമല്ല. കോട്ടയം എറണാകുളം റൂട്ടൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മളതൊക്കെ ഇപ്പോൾ കോട്ടയം എറണാകുളം റൂട്ടിലുണ്ട്. കോട്ടയത്തിന് അങ്ങോട്ട് വലിയ മത്സരങ്ങളാണ് ഇവര്. നമ്മൾ തടയേണ്ടതാണ്, ഒരു സംശയമില്ല. അതിനുള്ള നടപടി ഉണ്ടാകും. അതിനെ ആര് പിണങ്ങിയാലും ഞാൻ അക്കാര്യത്തിൽ വ്യക്തിപരമായ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജിയോ ഫെൻസിങ്ങും പഞ്ചിങ്ങും ഇതെല്ലാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരു വിട്ടുവീഴ്ചയില്ല. അത് സംഘടനക്കാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒരു സമരമൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഗവൺമെന്റ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ സാമൂഹ്യ വിരുദ്ധന്മാരെയും ഗുണ്ടകളെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുന്നവരെയും ഒന്നും വണ്ടി ഓടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇനി എന്ത് സമരം ചെയ്താലും സമ്മതിക്കില്ല. അതിന് വേണ്ടി വേണമെങ്കിൽ അവർക്ക് ഒന്നുകൂടെ സമരം ചെയ്യാം. അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഗവൺമെന്റിന്റെ പോളിസിയാണ്. താങ്ക് യു മിനിസ്റ്റർ. ഒരു ഇടപെടൽ ഉണ്ടാകും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉത്തരവ് പുറത്തിറക്കും എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ നമുക്ക് നൽകിയ ഉറപ്പ്. ജിയോ ഫെൻസിംഗ് ഒപ്പം തന്നെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ സമയക്രമം പാലിക്കുന്നതൊക്കെ കർക്കശമാക്കും. ലഹരി ഉപയോഗം അതിലൊക്കെ തടയിടും. അത്തരം ആളുകളെ ഒന്നും വണ്ടി ഓടിക്കാൻ അനുവദിക്കില്ല. അതിൽ നിയമവും പരിശോധനകളും കർക്കശമാക്കും എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചത്.